ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ കസിൻ്റെ കല്യാണമാണ് നാളെ. അപ്പോൾ ഞാൻ അവിടെ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്ന മൈലാഞ്ചി എല്ലാം ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ മൈലാഞ്ചി എല്ലാം ഇട്ട് പിന്നെ മീഷോന്ന് ഞാൻ കുറച്ച് ഡ്രസ്സെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ടായിന് മീഷോന്ന് വാങ്ങിയതിനെ കൊണ്ട് ഡ്രസ്സ് ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ബട്ട് ഇത് നല്ല പാങ്ങിൻ്റെ ഡ്രസ്സ്, ബട്ട് ഷോൾ അത്ര പാങ്ങില്ല, കാണാൻ പാങ്ങുണ്ട്, ബട്ട് അത് ഇടാൻ അത്ര ഒരു ശരിയാകുന്നില്ല. ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാനിത് 2 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. ഒന്ന് എനിക്കും ഒന്ന് എൻ്റെ അനിയത്തിക്കും, അങ്ങനെ 2 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഇട്ട മൈലാഞ്ചി നല്ല കളർ വന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ബാഗെല്ലാം എടുത്ത് വെച്ച് എല്ലാം ഒന്ന് റെഡിയാക്കാൻ വന്നു, പാക്കിംഗ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ മീഷോ തന്നെ ഞാൻ ഈ ഒരു ഷൂവും കൂടി വാങ്ങി. ഇതിന് 150 റുപ്യ ഉള്ളൂ. നല്ല രസമുണ്ട്. 150 റുപ്യക്കുള്ള സാധനം ഉണ്ട്. ഞാൻ ആദ്യം നോക്കുമ്പോൾ ഇത് 100 റുപ്യ കാണിക്കുന്നുണ്ടായിട്ടുള്ളൂ. പിന്നെ ഞങ്ങളെ സൈസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഓരോ റേറ്റ് കാണിക്കുന്നത്. എൻ്റേത് ഇപ്പോൾ 5, അപ്പോൾ 5-ന് 150 റുപ്യ മറ്റേ ആയി. അപ്പോൾ നല്ല ഉണ്ട്. 150 റുപ്യക്കുള്ള ആ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നി. സോ ഫൈനലി എൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ മീഷോന്ന് കുറച്ചും കൂടി സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്. അത് ഇനിയൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം, അപ്പോൾ എത്ര റേറ്റ് എന്ത് ചെയ്തെന്നുള്ളത്. അങ്ങനെ ഫൈനലി രാവിലെ ഞങ്ങൾ 5 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി. ഞങ്ങൾ പോയത് ബൈക്കിൽ ഒരു 220 കിലോമീറ്ററിൽ ആവും ഇവിടുന്ന് എൻ്റെ നാട്ടിലേക്ക്. അപ്പോൾ ഞാൻ പോകുന്നുള്ളത് ബാംഗ്ലൂർ ടു കൂർഗാണ്. അപ്പോൾ ഞങ്ങൾ ബൈക്കിൽ തന്നെ പോയി, ബൈക്കിൽ തന്നെ വന്നതും. അപ്പോൾ പോകുമ്പോൾ ഉള്ള ആ ഒരു കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. രാവിലെ അതിനെ കൊണ്ട് ഞങ്ങൾക്ക് അത്ര ട്രാഫിക് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സിറ്റിയിൽ നിന്ന് പുറത്ത് വേഗം തന്നെ പോവാം ഞങ്ങൾക്ക്. പിന്നെ അതുമല്ല, ഞാൻ റെഗുലറായിട്ട് പോകുമ്പോൾ ബസ്സിലാണ് പോകുന്നത്, അല്ലാണ്ട് ബൈക്കിലൊന്നും പോവലില്ല. ബൈക്കിലാകുമ്പോൾ കുറേ ലോങ് ആവല്ല. പിന്നെ ഞങ്ങളെ ലഗേജും അതും ഇതും എല്ലാം ആകുമ്പോൾ ഞങ്ങൾക്ക് ബൈക്കിൽ അങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ കുട്ടികളും ഉണ്ടാവും എൻ്റെ ഇപ്പോൾ. ഇന്ന് ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ കുട്ടികളെ കൂട്ടിയിട്ടില്ല, ഓരോ പേരിലാക്കിയിട്ടാണ് പോയത്. സ്കൂളും മദ്രസ എല്ലാം ഉണ്ടായിന്, അപ്പോൾ ലീവും ഉണ്ടായിട്ടില്ല. പിന്നെ നബിദിനെല്ലാം അതിനെ കൊണ്ട് അവർക്ക് അതിൻ്റെതായ പ്രാക്ടീസ് എല്ലാം ഉണ്ടായിന്, അങ്ങനെ കൂട്ടിയിട്ടില്ല അവരെ. ബൈക്കിൽ പോകുമ്പോൾ ഈ മൊബൈലിൽ ഞാനിങ്ങനെ ഈ വീഡിയോസ് എടുക്കുമ്പോൾ എൻ്റെ മൊബൈൽ ഇങ്ങനെ പാറി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും നാട്ടിലേക്ക് പോകുമ്പോൾ ബസ്സിൽ പോകുന്നത്, ഈ പ്രാവശ്യം ഞങ്ങൾ ബൈക്കിൽ പോയി. ഒരു ലോങ് ഡ്രൈവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേന് എനിക്ക് നല്ലൊരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല കാല് വേദന, നടുവേദന എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും വീഡിയോ എൻഡോളം നോക്കുക. ഞാൻ ഒരു എത്ര ക്ലിപ്പെല്ലാം എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ എൻഡോളം നോക്കുക, സ്കിപ്പ് ചെയ്യാണ്ട്. ഫൈനലി ഞാൻ എൻ്റെ നാട്ടിലേക്ക് എത്തി. ബാംഗ്ലൂർ ടു കൂർഗിലേക്ക് എത്തി. ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല മഴയെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഇവിടുത്തെ കല്യാണ വിശേഷങ്ങളെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ ആരും അത്ര കംഫേർട്ടല്ല ഒരു ക്യാമറേൻ്റെ മുമ്പിൽ വരുന്ന, അതോ ഒരു ചാനലിലൊക്കെ വരുന്നത് ആർക്കും അത്ര ഒരു ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ 5 മണിയാകുമ്പോൾ വിട്ടത്, ഇവിടെ ഒരു 9:30 ആകുമ്പോൾ ഞങ്ങൾക്ക് എത്തി. പിന്നെ ഇവിടുന്ന് ജാസ്തി ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.